ഈ UDF വിജയിച്ചവർ എല്ലാ ദിവസവും രാവിലെ ദൈവവിശ്വാസികൾ ദൈവത്തെ പ്രാർത്ഥിച്ചാണ് തുടങ്ങുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഈ ഇസ്ലാം മതത്തിലും ക്രൈസ്തവ മതത്തിലും ഹിന്ദു മതത്തിലും എല്ലാം പ്രഭാത വന്ദന പരിപാടികൾ അത് വളരെ മനോഹരമായി നടക്കുന്നുണ്ട്. ജനാധിപത്യത്തിൽ സഗൗരവം ദൃഢപ്രതിജ്ഞ ചെയ്ത നമ്മുടെ ബേബി ജോൺ സാറിൻ്റെ മകൻ ഷിബു ബേബി ജോൺ സാറും അതുപോലെ മറ്റൊരു കൊല്ലം ജില്ലയിൽ നിന്നുള്ള മന്ത്രി PC വിഷ്ണുനാഥും രണ്ട് ചെറിയ ലൈറ്റായിട്ടുള്ള രണ്ട് വാചകങ്ങൾ പറയുകയുണ്ടായി. ആ രണ്ട് വാചകങ്ങളും അവർക്ക് മാത്രമല്ല എല്ലാവർക്കും അനുഭവവും ഓർത്തിരിക്കേണ്ടതുമാണ്. ആദ്യം ഷിബുവിൻ്റെ വാചകം കേൾക്കാം. ഇവിടെ എനിക്ക് പോകാൻ തിരക്കുണ്ട് എന്നുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. നിങ്ങൾക്ക് ഞാൻ പറയുന്ന കരിയർ ഗൈഡൻസിലെ ആദ്യത്തെ പാഠം, കഴിഞ്ഞ 10 വർഷമായിട്ട് എനിക്ക് ഒരു തിരക്കുമില്ലായിരുന്നപ്പോ ഒരാളും എന്നെ വിളിച്ചിട്ടില്ല. ഇന്നൊരു മന്ത്രി സ്ഥാനത്തേക്ക് വന്നപ്പോൾ 1 മിനിറ്റ് ഇല്ലാത്ത തിരക്കുമാണ്. അതായത് ഒരു വ്യക്തിക്ക് ഈ നാട്ടിൽ ഒരു പ്രാധാന്യമില്ല, സ്ഥാനത്തിനാണ് പ്രാധാന്യമെന്ന് നിങ്ങൾ വളർന്നു വരുന്ന തലമുറ അതെന്ന് മനസ്സിൽ വെക്കേണ്ടി. നമ്മൾ സക്സസ്ഫുള്ളായി അത് ഇന്ന് കഴിഞ്ഞാൽ മാത്രമേ സമൂഹത്തിൽ നിന്ന് ഒറ്റയും പെട്ടെന്ന് ഞാൻ ഇതിലേക്ക് വിളിക്കും, വേറെ ആരെയും കിട്ടാതെ വരുമ്പോഴൊക്കെ വിളിക്കും. അതല്ലാതെ നമ്മുടെ കാഴ്ചപ്പാട് എന്താണെന്നോ നമുക്ക് ഇതൊന്നും പ്രസക്തിയില്ല. നമ്മള് സക്സസ്ഫുൾ ആകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ സൊല്യൂഷൻ. നല്ല മനോഹരമായ ഒരുപാട് മനുഷ്യരുടെ അനുഭവങ്ങളാണ് ഷിബു ബേബി ജോൺ സാറ് പറഞ്ഞത്. 10 വർഷമായി അദ്ദേഹം അധികാരത്തിലുണ്ടായിരുന്നില്ല. ആ അധികാരത്തിലില്ലാതിരുന്ന സമയത്ത് ആൾക്കൂട്ടമോ ബഹളമോ ഫോൺ വിളിയോ തിരക്കലോ അന്വേഷിക്കലോ ഒന്നും ഉണ്ടാവില്ല. എന്നാൽ വിജയിച്ചു കഴിഞ്ഞ് പിന്നെ മന്ത്രിയായി കഴിഞ്ഞ് ഒരുപാട് പുതിയ ആളുകൾ വരും, വിളിക്കും, സമ്മാനങ്ങൾ വേണമെന്ന് ചോദിക്കും, സ്നേഹം പങ്കുവെട്ടിക്കട്ടെ എന്ന് ചോദിക്കും, ചേർത്ത് പിടിക്കാമെന്ന് പറയും. ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അതുകൊണ്ടാണ് പുള്ളി പുതിയ തലമുറയോട് പറഞ്ഞത്, വ്യക്തി എന്ന് പറയുന്ന അല്ലെങ്കിൽ മേൽവിലാസം എന്ന് പറയുന്ന പേര് തണ്ടളത്ത്, തട്ടാരപ്പള്ളിൽ, തുണ്ടയ്യത്ത് വീട്ടിൽ എന്നൊക്കെ പറയുന്ന സംഗതിക്കൊന്നും ഒരു പ്രസക്തിയില്ല. ഒന്നെങ്കിൽ തുക വേണം, അല്ലെങ്കിൽ സ്ഥാനം വേണം. ഇത് രണ്ടും നേടാൻ മേൽവിലാസത്തോടെ അന്തസ്സത്തോടെ ജീവിക്കാൻ സമൂഹം അംഗീകരിക്കപ്പെടണമെങ്കിൽ കുടുംബത്തിലോ അയൽപക്കത്തോ നാട്ടിലോ ചുറ്റുപാടിലോ ഒക്കെ അംഗീകാരം വേണമെങ്കിൽ ഈ സംഗതി ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കരിയർ ഗൈഡൻസിൽ സാധാരണ ആരും ഇത് പറയാറില്ല. ഇത് അദ്ദേഹം ഉള്ളിൽ നിന്ന് പറഞ്ഞതാണ്. കാരണം ഷിബു ബേബി ജോൺ എന്ന രാഷ്ട്രീയക്കാരൻ ഇതൊരുപാട് പഠിച്ചു, മനസ്സിലാക്കി. അദ്ദേഹം കരുതിയിരുന്ന ഒരുപാട് തിയറികൾ ഈ 10 വർഷത്തിനിടയിൽ അദ്ദേഹം പൊളിച്ചെഴുതിയിട്ടുണ്ടാവും. വിജയിക്കുന്നവൻ്റെ, ആ വിജയം എന്ന വാക്കിൻ്റെ അർത്ഥം വേറൊന്നുമല്ല, അവൻ്റെ കഥകൾ കേൾക്കാനേ ഉള്ളൂ ആളുകൾക്ക് തിക്കും തിരക്കും. അത് കേൾക്കാൻ വേണ്ടിയൊന്നുമല്ല, ആ കേൾക്കുന്നു വരുത്തി എന്തെങ്കിലും ഒപ്പിക്കാനാണ്. ഇത് പലരുടെയും പോലെ എൻ്റെയും അനുഭവമാണ്. ഞാൻ ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ എന്ന് പറയുന്ന വലിയ ബ്രൈറ്റായിട്ടുള്ള കളർഫുള്ളായിട്ടുള്ള ഒരു പ്രോഗ്രാമിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടാണ് ഇരുന്നത്. അന്ന് എന്നെ എത്ര മാധ്യമങ്ങളിൽ നിന്ന് ആരെല്ലാം എന്തെല്ലാം തരത്തിൽ വിളികൾ, സൗഹൃദങ്ങൾ, സ്നേഹങ്ങൾ, പങ്കുവെക്കലുകൾ, ചില പേരുകളൊക്കെ എനിക്ക് മനസ്സിൽ ഓർമ്മ വരുന്നുണ്ട്. ഞാനത് പറയുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഇതെപ്പോൾ കയ്യിൽ നിന്ന് പോയി? പിന്നൊരു സ്നേഹാന്വേഷണത്തിന് പോലും വർഷത്തിൽ ഒരു തവണയെങ്കിലും വിളിക്കുന്നവരുടെ എണ്ണം 1, 2, 3 ആണ്. ഒരാളും തിരിഞ്ഞു നോക്കില്ല, ഒരാളും മൈൻഡ് ചെയ്യില്ല. ഇതൊക്കെ മുൻകൂട്ടി പ്രതീക്ഷിച്ച് വേണം ജീവിതത്തെ നോക്കിക്കാണാൻ. അതൊരു നല്ല ഉപദേശമായിട്ട് എനിക്ക് തോന്നി. രണ്ടാമതായി പിന്നുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ വിഷ്ണുനാഥിൻ്റെ മന്ത്രിയുടെ കമൻ്റാണ്. ഞങ്ങൾ അഹങ്കരിക്കാതിരുന്നാൽ തന്നെ ജനങ്ങൾ ആഗ്രഹിച്ചത് കൊടുക്കാൻ സാധിക്കും. ഈ അധികാരം വരുമ്പോഴേക്ക് ആൾക്കൂട്ടമുണ്ടാവും, കിളി പോവും. ഈ കിളി പോയിക്കഴിഞ്ഞാൽ ഇടയ്ക്കിടെ മണ്ണിൽ ചവിട്ടിയാണ് നിൽക്കുന്നത് എന്ന ബോധം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ നമ്മുടെ ഉള്ളിലേക്ക് ഒരുപാട് ശീലങ്ങൾ കടന്നു വരും. ആ ശീലങ്ങളില്ലെങ്കിൽ നമ്മളില്ലെന്ന് വിചാരിക്കും. ആ ശീലങ്ങളാണ് നമ്മളെന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബഹുമാന്യനായ മുൻ മുഖ്യമന്ത്രി റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ഒരു ചെയറിലിരിക്കുന്നത് കാണാനിടയായി.
അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് ഇങ്ങനെയൊന്ന് വർഷത്തിലൊരു 2 പ്രാവശ്യമെങ്കിലും ഇങ്ങനെയൊക്കെ സഞ്ചരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എത്രയോ നന്നാകുമായിരുന്നു. പക്ഷെ ഇപ്പം നോക്കൂ, അകമ്പടികൾ വേണ്ട, ആൾക്കൂട്ടം വേണ്ട, ആരവം വേണ്ട, വൈതാളികരില്ല, ആരുമില്ല. അന്ന് അദ്ദേഹത്തെ പുകഴ്ത്തി പ്രസംഗിച്ചവരെല്ലാം ഇപ്പോഴേ പുതിയ മുഖ്യമന്ത്രിയെ പുകഴ്ത്തി പ്രസംഗിച്ച് മത്സരിക്കുക. പുതിയ മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ടത് എന്താ? പണ്ട് നേരത്തെ മറ്റവരെ പുകഴ്ത്തി പ്രസംഗിച്ചവരാണ് ഇവരെല്ലാം. ഇപ്പോൾ ഇവരിത് വന്നിരിക്കുന്നത് എന്നോടുള്ള ആത്മാർത്ഥമായ ഇഷ്ടം കൊണ്ടൊന്നുമല്ല, എൻ്റെ കയ്യിൽ മറ്റേ സാധനം ഇരിക്കുന്നതുകൊണ്ടാണ്. ആ സാധനം കയ്യിൽ നിന്ന് അങ്ങ് പോയാൽ അവർ അടുത്ത ആളുകളെ തിരക്കി പോവും. അതുകൊണ്ട് എന്ത് വേണം? PC വിഷ്ണുനാഥ് പറഞ്ഞതുപോലെ അത് കേവലം സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞാൽ പോരാ, അലക്കി തേച്ച വാചകം പോലെ. അതൊരു ഉൾക്കൊള്ളുന്ന, ഹൃദയത്തിൽ പതിയുന്ന, പ്രവൃത്തിയിലൂടെ വെളിവാകുന്ന ഒരു സമീപനമായി മാറുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല ചേഞ്ച്.